ഇതെന്ത് വർക്കാവാത്ത? എന്നാലും ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന ഫാൻ ഇത്രയും വലിയ പണി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ അതിപ്പോൾ റിട്ടേൺ അടിക്കാൻ കളക്ട് ചെയ്ത് അതേ പോയിന്റിൽ പോയിട്ട് നമ്മുടെ ഫോൺ നമ്പറും കൊടുത്ത് നമുക്ക് എത്ര വലിയ ലോക്സാണ് വേണ്ടത് അത് മെൻഷൻ ചെയ്യുമ്പോൾ അതൊരു ബോക്സ് ഓപ്പൺ ചെയ്യും. നമ്മുടെ റിട്ടേൺ അടിക്കാനുള്ള സാധനം അതിൽ വെച്ചാൽ നമുക്ക് ലിഡിൽ പോയി ഫാൻ മേടിക്കാം അല്ലേ? എനിക്ക് എന്തിന്റെ കേടായിരുന്നെന്നാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മര്യാദയ്ക്ക് ആദ്യം ഈ ഒരു പരിപാടി അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. ലിഡിൽ ഞങ്ങൾ ഫാൻ മേടിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ലിഡിൽ എത്തിയിടം തന്നെ ഇക്ക എന്നെ നേരെ കൊണ്ടുപോയത് ആ ഫാൻ ഇരിക്കുന്ന സെക്ഷനിലാണ്. അല്ലെങ്കിൽ ഞാൻ വേറെയും കുറേ സാധനങ്ങൾ മേടിച്ച് കാശ് കളയുന്ന പുള്ളിക്കാരും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 2 മോഡൽ ഫാൻ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ നോർമൽ പെഡിസ്റ്റലും പിന്നെ ഈ കാണുന്ന ടവർ ഫാനും. അവിടുത്തെ സെയിൽസ് പേഴ്സണിന്റെ സജഷൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പെഡിസ്റ്റൽ ഫാനാണ് ബെസ്റ്റ്. അങ്ങനെ അതൊരെണ്ണം മേടിച്ച് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് നേരെ കൊണ്ട് ഇതിർക്കുട്ടൻ ഫ്ലാറ്റ് ആയി. എന്നിട്ട് ഈ പ്രാവശ്യം വേറൊരു പ്ലഗ് പോയിന്റിലാണ് ഞങ്ങൾ കണക്ട് ചെയ്ത്. ഇതിർക്കുട്ടൻ ഉള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തും നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വീണ്ടും പണി പാളയെന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ഇത്തവണ ഒരു ബ്രേക്ക് ട്രിപ്പായി കിടന്നുകൊണ്ടായിരുന്നു നമ്മുടെ ഫാൻ വർക്ക് ആവുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഫാനൊക്കെ വർക്കായി. പക്ഷേ എൻ്റെ സങ്കടം അതല്ല, ഞങ്ങൾ ഫാൻ മേടിച്ച പിറ്റേ ദിവസം തൊട്ട് ഇവിടെ ഒടുക്കത്തെ മഴയാണ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഫാൻ മേടിച്ചത് മഴ വന്നതും